بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സൂറ നിസായിലെ 152 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ച പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഒരായത്താണത്. അവിശ്വാസികൾ ആരാണെന്നും യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്നുമാണ് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ആ പ്രവാചകന്മാരെ ഏത് രീതിയിലാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നതുകൂടി ഇവിടെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. അതാണ് വല്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി. അള്ളാഹുവിൽ വിശ്വസിച്ചവർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്തവർ. പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നാണ് പിന്നെ പറയുന്നത്. വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും. അവർക്കിടയിൽ, അവരിൽ ഒരുത്തർക്കിടയിലും യാതൊരു വിവേചനവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിശ്വാസം. അപ്പോൾ അത് നമ്മുടെ ആഖിർ ഉമ്മ, അവസാനത്തെ ഉമ്മത്തായ നമ്മുടെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണമെന്നാണ് അള്ളാഹു കൃത്യമായി ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്താഗതരായിട്ടുള്ള സകലമാന അംബിയ മുർസലുകളിലും നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. അതിൽ നബിമാരുണ്ട്, അതുപോലെ തന്നെ മുർസലുകളുണ്ട്. ഖുർആൻ ഈ അംബിയ മുർസലുകളിൽ വെറും 25 ആളുകളുടെ പേരെടുത്ത് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാലോ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ എണ്ണം, ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1,00,000-ലധികമുണ്ട്. അപ്പം അത്രയും തവണ അള്ളാഹു മനുഷ്യരുടെ സന്മാർഗത്തിന് വേണ്ടി, അവരുടെ ഇഹപര വിജയത്തിനും ഗുണത്തിനും വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകന്മാരിൽ ഉലുൽ അസ്മ് മിനർ റസുൽ എന്ന് പറഞ്ഞ പ്രധാനികളായ പ്രവാചകന്മാരെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇവിടെ വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും. ഫർറഖ യുഫർരിഖൂ എന്ന് പറഞ്ഞാൽ വേർതിരിവ് കൽപ്പിച്ചു, വിവേചനം കൽപ്പിച്ചു എന്നാണ് അർത്ഥം. തഫ്രീഖത്ത്. വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും. ആ പ്രവാചകന്മാരിൽ ആർക്കിടയിലും എന്ത് കാണിക്കുന്നില്ല? വിവേചനം കൽപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനവും പദവിയും അതൊക്കെ ഓരോ പ്രവാചകന്മാർക്കും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കണം പ്രവാചകന്മാരിൽ വിശ്വസിക്കേണ്ടത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വേദഗ്രന്ഥത്തിൻ്റെ സവിശേഷത എന്താണ്? അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊക്കെ
അതാത് കാലങ്ങൾക്ക് പറ്റിയ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള വിവാഹ നിയമങ്ങളല്ല അതിന് ശേഷം ഉണ്ടാവുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കേണ്ടി വരും. എന്നാലേ എന്തുണ്ടാകുള്ളൂ? ഇവിടെ വബസ്സമിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭൂമിയിൽ മനുഷ്യർ ഇവിടെ പെരുകി ഉണ്ടാവുക എന്ന പ്രക്രിയ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആദിമാതാവ് ആദ്യം പ്രസവിച്ചത് ഒരു കുട്ടിയല്ല, ഒന്നിലധികം കുട്ടികളാണ് പ്രസവിക്കുക. അപ്പോൾ ആദ്യത്തെ വിവാഹം എങ്ങനെ നടന്നിട്ടുണ്ട്? അവിടെയും ഒരു അകൽച്ച അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടായ ആൺകുട്ടികൾ രണ്ടാമത്തെ പ്രസവത്തിലുണ്ടായ പെൺകുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു എന്നാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സഹോദരന്മാർ, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാന ഉമ്മത്തായപ്പോൾ സമൂഹത്തിൽ ആ നിലക്കുള്ള നിയമങ്ങൾ മാറ്റം വരുത്തി. നമ്മളോട് പറഞ്ഞു ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഖാലാത്തുക്കും വഅമ്മാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി ഉമ്മഹാത്തുക്കും ഉല്ലാത്തി അർളഅനക്കും. ഈ പറഞ്ഞ ആൾക്കാരെയൊന്നും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആ സമൂഹത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ നിയമങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തു. അപ്പോൾ പരിപൂർണമായ ഒരു ശരീഅത്ത് ഇനി ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് മാർഗദർശനമായി കൊണ്ടുള്ളൊരു ശരീഅത്ത് അള്ളാഹു അവതരിപ്പിച്ചത് ആരിലൂടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മഹത്വം ഈ ശരീഅത്തിനുമുണ്ട്. അതിവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുണ്ട്. എന്നാൽ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ. അവർക്കിടയിൽ തഫ്രീഖ എന്ന് പറഞ്ഞാൽ വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും, അവരിൽ നിന്ന് അവർക്കിടയിൽ ഒരുത്തർക്കിടയിലും എന്നാണ് അഹദിൻ മിൻഹും, അവർക്കിടയിൽ ആർക്കിടയിൽ നിങ്ങൾ വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു വിശ്വാസം അംബിയ മുർസലുകളെ കുറിച്ച് നമുക്കുണ്ടാകും. എന്നിട്ട് അല്ലാഹു പറയുന്നു ഉലൈക സൗഫ യുഅതീഹിം ഉജൂറഹും. ഉലൈക, അങ്ങനെ വിശ്വസിച്ച വിശ്വാസികൾ, അങ്ങനെയുള്ളവർക്ക് സൗഫ യുഅതീഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയിൽ മരണാനന്തരം അവൻ നൽകുന്നതാണ് ഉജൂറഹും, അവരുടെ പ്രതിഫലം. അജ്ർ എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഉജൂർ. മരണാനന്തരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മനുഷ്യർക്ക് സംഭവിക്കുന്ന പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ കരുണാമയനാണ്. അപ്പോൾ ഈമാൻ ശരിയായാൽ പിന്നെ മനുഷ്യ സഹജമായി സംഭവിക്കുന്ന വീഴ്ചകൾ, തെറ്റുകൾ, ദോഷങ്ങൾ, മാനുഷികമായ സ്ഖലിതങ്ങൾ, ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് പുറത്തു തരും. പൊറുക്കണേ റബ്ബേ എന്ന് നമ്മൾ പഠിച്ചവർ തേടുന്നില്ലേ? ആ തേട്ടത്തിലൂടെയും പഠിച്ചവൻ പുറത്തു തരും, അല്ലാതെയും പഠിച്ചവൻ നമുക്ക് പുറത്തു തരും. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി ഈമാനുള്ളവർക്ക് ആരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. മലക്കുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പാപവിമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വല്ലാഹു വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. വലം യുശ്രിക് ബിറബ്ബിഹി അഹദ, എന്തായിരിക്കണം? പാപങ്ങൾ പുറത്തു തരണം, അങ്ങനെ ഉള്ള ഈമാനായിരിക്കണം. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള ഈമാനായിരിക്കണം. ശരിക്കൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇഖ്ലാസ് ഉള്ള ആളാണ് മൂപ്പര് എന്ന് സാധാരണ നമ്മളിങ്ങനെ അഭിപ്രായം പറയാറില്ല ഓരോരുത്തരെ പറ്റി. നല്ല ഇഖ്ലാസ് ഉള്ള മനുഷ്യനാണ് എന്ന്. അയാളുടെ രൂപഭാവങ്ങളിൽ മാത്രമല്ല ഇഖ്ലാസ് ഉണ്ടാകേണ്ടത്. ഇസ്ലാം പരിഗണിക്കുന്ന ഇഖ്ലാസ് ഒന്നാമത്തേത് ഏതാണ്? വിശ്വാസത്തിലുള്ള ഇഖ്ലാസാണ്. അൽ മുഖ്ലിസു മൻ അഖ്ലസ നഫ്സഹു മിന ശിർക്ക് എന്നാണ്. ഇഖ്ലാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. മുഖ്ലിസ് എന്ന് പറഞ്ഞ ആരാണ്? തൻ്റെ ഈമാനിനെ ശിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയവനാകുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? ഗഫൂറൻ റഹീം, പഠിച്ചോ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, നമ്മോട് അവൻ കരുണ കാണിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ പാപവിമുക്തി ലഭിക്കുന്ന
അനുഗ്രഹീതരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഒരു പാരഗ്രാഫ്. അപ്പോൾ ഈ വിഷയം അവിടെ അവസാനിച്ചു. ഇനി നോക്കൂ. യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. ഈ ആയത്തിൽ ഒരുപാട് ചരിത്രം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബനി ഇസ്രായേലിയരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു എന്ന്. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? എവിടുന്ന തുടക്കം? ബനി ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? യാക്കൂബ് അലൈഹി സ്വലാം. ബനി ഇസ്രായേൽ, ബനി യാക്കൂബ്. അവിടെ നിന്ന് അങ്ങോട്ട് വന്ന എല്ലാ ജനതകളും, അവരുടെ മക്കള്, അങ്ങനെ മക്കള്, അവരുടെ പിതാക്കള്, പ്രപിതാക്കള്, പിതാമഹന്മാര്, പ്രപിതാമഹന്മാര്, അങ്ങനെയൊക്കെയുള്ള അവരുടെ ആ പാരമ്പര്യം എടുത്ത് പരിശോധിച്ചാൽ അവർ അമ്പിയാക്കളെ വധിച്ച് കളയുന്നവരായിരുന്നു. നബിമാരെ, അള്ളാഹു നിയോഗിക്കുന്ന നബിമാരെ ക്രൂരമായി വധിച്ചു കളഞ്ഞിരുന്നു. മാത്രമല്ല പ്രവാചകന്മാരോട് ധിക്കാരത്തോടു കൂടി പെരുമാറുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. അള്ളാഹനെ വരെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹനെ നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അള്ളാഹനെ നേരിൽ കാണണമെന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഈ അവിശ്വാസത്തിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അത് പൗരാണിക കാലവും ആധുനിക കാലവും വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. ഈശ്വര നിഷേധത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ, മരണാനന്തര ജീവിത നിഷേധത്തിൻ്റെ ഒക്കെ ആ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ നബിൻ്റെ കാലത്തും ഇതുണ്ട്, അതിൻ്റെ മുമ്പും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യസ്അലുക അഹ്ലുൽ കിതാബ്, വേദക്കാർ പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു. ഈ അഹ്ലുൽ കിതാബ് ആരാണ്? അഹ്ലുൽ കിതാബ് ആരാണ്? അൽ യഹൂദു വൻ നസ്വാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും. വേദക്കാർ, നമ്മുടെ നാട്ടിലും വേദം ഉണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര വേദമുണ്ട്? ഋഗ്വേദം, യജുർവേദം, സോമവേദം, അഥർവവേദം. അവർ അഹ്ലുൽ കിതാബുകാരാണ്. നമ്മുടെ നാട്ടിലെ വേദമാണ് എന്നാണ് പറയുന്നത്. അത് അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന വേദക്കാർ ആരാണ്? അൽ യഹൂദു വൻ നസാറ. അപ്പോൾ നബിയോട് ചോദിക്കുന്നു, താങ്കളോട് ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ നബിയോട് പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അവിടുന്ന് പ്രതിനിധികളെ പ്രവാചക സദസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞയക്കാറുണ്ടായിരുന്നു. ഇത് ഒറിജിനൽ പ്രവാചകനാണോ അതാ ഒറിജിനൽ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം അവരുടെ വേദത്തിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ ഈ നബിയും പറയുന്നത്? അതിൻ്റെ ഭാഗമാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് ജൂതന്മാരാണ് പറഞ്ഞയച്ച നബിൻ്റെ അരികിലേക്ക്. മരണാനന്തര ജീവിതത്തിൽ അവിടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എങ്ങനെയാണ് ദഹിച്ചു പോവുക എന്നാണ് അവർക്ക് കാര്യമായിട്ടുള്ള സംശയം. അതാണ് ഒരിക്കൽ നബിയോട് അത് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നമ്മുടെ ഈ ജീവിതത്തിലുള്ളത് പോലെയുള്ള ടോയ്ലറ്റ് സംവിധാനമോ മലമൂത്ര വിസർജന സൗകര്യങ്ങളോ അങ്ങനെയുള്ള ഇടങ്ങേറൊന്നും എവിടെയില്ല. പരലോകത്ത് സ്വർഗത്തിലില്ല. മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ എല്ലാവർക്കും അല്ല, സ്വർഗലോകത്ത് അതില്ല. പിന്നെയോ അതവർ ഭക്ഷണം കഴിക്കുന്നു, അവർ തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അവിടെ ദഹനം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭൗതിക ദുനിയാവിലുള്ള ഈ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പോലെയുള്ള ദഹന പ്രക്രിയയല്ല അത് നടക്കുന്നത്. അതുകൊണ്ട് വേസ്റ്റൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു വിയർപ്പായി എന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോകും. ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. ഈ വിവരം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ശരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നബിയെ പരിശോധിക്കാൻ വേണ്ടി ചോദിക്കുന്നു. ഇത് നബിയോട് ഡയറക്റ്റായിട്ട് ചോദിച്ച കാര്യമാണ് ഖുർആൻ പറയുന്നത്. യസ്അലുക അഹ്ലുൽ കിതാബ്, വേദക്കാർ താങ്കളോട് ചോദിക്കുന്നു. എന്താ പറയുന്നത് അവര്? അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ, ഉപരിലോകത്ത് നിന്ന് അവർക്ക്
ഒരു വേദപുസ്തകം ഇറക്കി കൊടുക്കണം. ആരിറക്കി കൊടുക്കണം? നേര് ഖുർആൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ സംഗതി കിട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഓതിത്തരല്ലോ വേണ്ടത്. എന്ത് ചെയ്യണം? ഒന്നിച്ചൊരു കിതാബിന് കൊണ്ടാണ് ഇറക്കി കൊടുക്കണം എന്നാ പറഞ്ഞു. ഭക്ഷണത്തളിക ഇറക്കി കൊടുക്കാൻ പറഞ്ഞില്ലേ? മാഇദ, സൂറത്തുൽ മാഇദ നമുക്ക് പഠിക്കാനിരിക്കുന്നുണ്ട്. ഇത് വേദക്കാർ മാത്രമല്ല ചോദിച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകളും വെച്ചിരുന്നൊരു ഡിമാൻഡാണ്. നബിയിലും അള്ളാഹുലും വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണമെന്നോ സൂറ ഇസ്രായിലെ 90-ാമത്തെ ആയത്തിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഖാലു, ഇതാരാ? മക്കയിലെ മുശ്രിക്കുകൾ. ലൻ നുഅ്മിന ലക, ഒരിക്കലും നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല മുഹമ്മദേ. ഏതുവരെ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, ഭൂമിയിൽ നിന്ന്, മരുഭൂമിനെ മക്കയിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഉറവിടത്തെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരണം. ഭൂമിയിൽ ഒരു ഉറവിടം ഉണ്ടാക്കി തരുന്നത് വരെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഒരു കണ്ടീഷൻ അതായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ, ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അല്ലെങ്കിൽ നീ ഒരു പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, നീ പറയുന്ന വിശ്വാസ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്തുടരണമെങ്കിൽ എന്ത് വേണം? നിനക്ക് നല്ല ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം ഉണ്ടാകണം. എന്നിട്ടോ ആ തോട്ടത്തിനിടയിലൂടെ നീ അരുവികളെ, നദികളെ, ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. നാം മുപ്പര് പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്. അവൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ, ഔ തുസ്ഖിതസ് സമാഅ കമാ സഅംത അലൈനാ കിസഫാ, മൂന്നാമത്തേത്, ആകാശത്തെ കഷ്ണം കഷ്ണമാക്കി ഞങ്ങൾക്ക്. ഇവിടെ ഹൽവ, കോഴിക്കോട്ടുകാർ ഹൽവ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഹൽവ മുറിക്കണ പോലെ എന്ത് ചെയ്യണം? ആകാശത്തെ കഷ്ണം കഷ്ണമാക്കി ഞങ്ങൾക്ക് നീ ഇങ്ങനെ മുറിച്ചു തരണം. പല ഡിമാൻഡുകൾ നോക്കണം. ഇത് എന്തിനുള്ള ഡിമാൻഡാണ്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ച ദൂതനാണ് എന്ന് വിശ്വസിക്കാൻ അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ആരെ? നബിയെ. അതുകൊണ്ടാണ് നബിക്ക് അവർ തന്നെ ഇട്ട പേരെന്തായിരുന്നു? അൽ-അമീൻ. ഇതൊക്കെ പറയുമ്പോഴും അവരുടെ സൂക്ഷിപ്പ് മുതൽ ആരെ കയ്യിലാണ്? നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെ അന്ന് ലോക്കർ സംവിധാനമൊന്നുമില്ലേ. അപ്പോൾ അവരുടെ അടുത്തും വില പിടിപ്പുള്ള സാധനമൊക്കെ ഉണ്ടാവില്ലേ? സ്വർണം, വെള്ളി, പണമൊക്കെ ഉണ്ടാകും. ഇതൊക്കെ, ഈ മുതലൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ആരെയായിരുന്നു? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഒരു ലിസ്റ്റ് അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് കൊടുത്ത്, പെട്ടെന്ന് പോരാനായിട്ടില്ല, നീ ഞാൻ പറയുമ്പോൾ പോന്നാൽ മതി. ഈ ലിസ്റ്റപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യണം? ഒരു ഇടപാട് തീർത്തിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ മുഹമ്മദ് കണ്ടില്ല, ഞങ്ങൾ സ്വത്തും കൊണ്ട് കടന്നു, അതുവരെ പറയും. അതൊക്കെ പറയാതിരിക്കാനായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്നാൽ എന്തവർ അംഗീകരിക്കുന്നില്ല? അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അവർ അംഗീകരിച്ചു. പിന്നെ ഡിമാൻഡ് പറയാണ്, ആകാശത്തെ കഷ്ണമായിട്ട് മുറിച്ചു കൊടുക്കണം. അല്ലെങ്കിലോ, ഔ യഅതി ബില്ലാഹി വൽ മലായികതി ഖബീല, അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടത്തോടെ നീ ഇങ്ങോട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരണം. ഇതാ മൂസാ നബിൻ്റെ ആൾക്കാർ പറഞ്ഞ സംഗതി ഇനി അടുത്ത് പറയേണ്ടത് തന്നെയാണ്. അള്ളാഹിനെ കാണണം, അള്ളാഹിൻ്റെ അരികിലേക്ക് നിങ്ങളെ കൂട്ടത്തോടെ കൊണ്ടുവരണം. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫ്, അല്ലെങ്കിൽ നിനക്ക് നല്ല ഒരു ആഡംബര വീടുണ്ടാകണം. സുഖ്റുഫിനാലുള്ള ഒരു വീടുണ്ടാകണം. ഔ തർഖീ ഫിസ് സമാ, അല്ലെങ്കിൽ നീ ആകാശത്തേക്കാണ് കയറി പോകണം. എന്നിട്ട് നീ കൊണ്ടുവരേണ്ടത് ഒരു ഗ്രന്ഥത്തെ, ഒരു കിതാബുമായിട്ട് ഇങ്ങോട്ട് വരണം. അത് നിനക്ക് പാരായണം ചെയ്യാൻ കഴിയണം. അപ്പോൾ നോക്കൂ, ആ മക്കയിലെ മുശ്രിക്കുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെച്ച ഡിമാൻഡ് തന്നെയായിരുന്നു ആരും വെച്ചിരുന്നത്? വേദക്കാർ ആരോട് വെച്ചിരുന്നത്? റസൂലുള്ളാഹി. അതാ അവിടെ പറയുന്നത്, وَيَسْأَلُكَ أَهْلُ الْكِتَابِ أَن تُنَزِّلَ عَلَيْهِمْ كِتَابًا مِنَ السَّمَاءِ,
എന്നിട്ട് അള്ളാഹു പറയാണ് ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇതിനേക്കാൾ വലിയത് അവർ ചോദിച്ചിട്ടുണ്ട്. ഒരു കിതാബായിട്ട് വരണം എന്നല്ല പറയുന്നത്, അത് കൊണ്ടുവരണം. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താണ് ചോദിച്ചത്? ഫഖാലു അരിനല്ലാഹ ജഹ്റ, പരസ്യമായി പ്രത്യക്ഷമായി അള്ളാഹുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് അവരും പറഞ്ഞു. ആര് പറഞ്ഞു? ആരാ പറയുന്നത്? അഹ്ലുൽ കിതാബ്. അള്ളാഹിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അവരുടെ ദുൽമിനാൽ, അവരുടെ ഈ അക്രമം കാരണത്താൽ അള്ളാഹ് അവരെ എന്ത് ബാധിച്ചു? സ്വാഇഖ, ഇടുത്തി ബാധിച്ചു. സ്വാഇഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇടുത്തി. അപ്പോൾ അവരുടെ ഈ ദുൽമ കാരണത്താൽ, ആ പ്രവാചക നിഷേധവും പ്രവാചകന്മാരോടുള്ള ധിക്കാരവും അതൊരു സ്വഭാവമായി സ്വീകരിച്ചിരുന്നവരായിരുന്നു. അത് ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട് അത് പറയുന്നുണ്ട്. അവരുടെ ഈ അക്രമം കാരണം ഒരു ഇടുത്തി അവരെ പിടികൂടി. അഖദത്തുഹുമുസ് സ്വാഇഖത്തു, ഇടുത്തി അവരെ പിടികൂടുകയുണ്ടായി. അപ്പോൾ അവരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുകയാണ്. സൂറ അൻആമിലെ 7-ാമത്തെ ആയത്തിൽ, നമുക്ക് പഠിക്കാനിരിക്കുന്ന ഒരായത്തിൽ ഈ ഗ്രന്ഥം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്. വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാല അല്ലദീന കഫറൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇനി അവർ ഈ ആവശ്യപ്പെടുന്നത് പോലെ നബിയെ, നമ്മളെങ്ങാനും ഇതേപോലൊരു ഗ്രന്ഥം അവർക്ക് ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ ഇറക്കി കൊടുക്കുമായിരുന്നെങ്കിൽ, വലോ നസ്സൽനാ അലൈക്, നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, കിതാബൻ, ഒരു ഗ്രന്ഥം, അതും ഫീ ഖിർതാസ്. ഖിർതാസ് പറഞ്ഞാൽ എന്താ? പേപ്പർ. ഫലമസൂഹു ബിഐദീഹിം, എന്നിട്ട് നാം ഇറക്കി കൊടുത്ത ആ കിതാബ് അവരുടെ കരങ്ങളെ കൊണ്ട്, കൈകളെ കൊണ്ട് അവരിങ്ങനെ തൊട്ട് തടവി നോക്കുകയും ചെയ്തു. ആ, ഈ സാധനം ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടാലും ലഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ അപ്പൊ എന്താ പറയാ? അപ്പൊ എന്ത് പറയും? ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ ഒരു സിഹിറല്ലാതെ മറ്റൊന്നുമല്ല എന്നവർ പറയുമെന്നാണ്. ഈ 90-ാമത്തെ ഇസ്രായേൽ 90-ാമത്തെ ആയത്ത് നമ്മളിങ്ങനെ കുറേ ഡിമാൻഡുകൾ വെച്ച് പറഞ്ഞല്ലോ അല്ലേ? ആ ഡിമാൻഡുകളൊക്കെ അവർ റസൂലിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അതിന് പറയാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണ്? നോട്ടാ മുസാഫൻ തരും. സൂറ ഇസ്രായേലിലെ 90-ാമത്തെ ആയത്ത്. അത് നോക്കൂ. അതിൻ്റെ അവസാനം ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫ്, നിനക്കൊരു വീടുണ്ടാകണം എന്ന് പറഞ്ഞല്ലോ. ഔ തർക്ക, ഒരു അലങ്കൃത വീട്. ഔ തർക്ക ഫിസ്സമാ, നീ ആകാശത്തേക്ക് കയറിപ്പോണം. മുഹമ്മദ് നബിയോട് പറയാം. വലൻ നുഅ്മിന ലിറുഖിയിക, നീ ആകാശത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല. ഏതുവരെ? ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു, ഞങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റിയ ഒരു കിതാബ് നീ അവിടുന്ന് കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. നബി ആകാശത്തേക്കാണ് കയറിപ്പോയിട്ട് നബി അവിടുന്ന് ഒരു കിതാബുമായിട്ട് ഇങ്ങോട്ട് വരണം. ഈ കണ്ടീഷനൊക്കെ അവർ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ അള്ളാഹ് റസൂലിനോട് പറഞ്ഞതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഖുൽ, നബിയെ, ഇതൊക്കെയാണ് അവർ പറയുന്നതെങ്കിൽ പ്രസ്താവിക്കുക. എന്ത്? സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ. ആരാണ് റസൂൽ എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ റബ്ബ് പരമപരിശുദ്ധനാകുന്നു. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ ഒരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരെങ്കിലും ആണോ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ആര് പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മനുഷ്യനായ ഒരു പ്രവാചകന് കഴിയുമോ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആര് തന്നെയാണ്? മനുഷ്യനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ മുഅ്ജിസത്തുകൾ മാത്രമേ ആർക്കുണ്ടാവുകയുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ പറയുമ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങൾ എന്ന് അവരോട് പറഞ്ഞേക്കുക. ഇതാര് പറയാനാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനാണ് പറഞ്ഞത്. ഈ ആയത്തുകൾ ഉണ്ടല്ലോ, ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് നമ്മുടെ ഒരു സമ്മേളനത്തിൽ, ഏത് സമ്മേളനമാണ്? കുറ്റിപ്പുറം സമ്മേളനം. കുറ്റിപ്പുറം സമ്മേളനം എവിടെയായിരുന്നു? അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അതാ ഇതാ നൗഫൽ സാഹിബ്, അവറാൻ സാഹിബൊക്കെ ഉണ്ട്. കുറ്റിപ്പുറം സമ്മേളനം നിള നദിയുടെ തീരത്തായിരുന്നു. നിള അല്ലേ? പിന്നെ അവിടെ വെച്ച് നമ്മുടെ വട്ടം അബ്ദുള്ള ഹാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ കുറച്ച് സമയം അത് പിടിച്ചൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ജലമാഷിക്ക് ഓർമ്മയുണ്ടോ? ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് അന്ന് സദസ്സിനെ അഭിമുഖീകരിച്ചിരുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അന്നത്തെ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനോട് വെച്ച ഡിമാൻഡുകളായിരുന്നു ഇത്. ആ സന്ദർഭത്തിൽ ആരാണ് പ്രവാചകൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി, എന്നാൽ അവർ ചെയ്ത മാതിരി ആവശ്യപ്പെട്ടതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണോ പഠിച്ചോൻ ചെയ്തത്? ആണോ? അല്ല. ഇങ്ങനെയുള്ള മറുപടിയെ പറയാനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകനാണ്. അപ്പോൾ അള്ളാഹ് മനുഷ്യരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് നുബുവത്തുണ്ട്, ഞാൻ നബിയാണ്. ലോകാവസാനം വരെയുള്ള ജനതക്കുള്ള റിസാലത്ത് എന്നിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ റസൂലാണ്. എന്നാലോ എനിക്കൊരിക്കലും അള്ളാഹു എനിക്ക് നൽകുന്ന കഴിവിനപ്പുറത്തുള്ള ഒരു അമാനുഷികമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന റസൂലുമാരുടെയും അമ്പിയാക്കളുടെയും കാര്യമാണ്. അപ്പോൾ സാധാരണ മനുഷ്യന്മാരായ ആൾക്കാർ നോക്കൂ നിങ്ങൾ, അതിന് ഈ അമ്പിയാ മുർസലുകളുടെ താഴെയല്ല ഇപ്പോൾ ഈ ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ അല്ലേ? അതെ, സൂറ കഹ്ഫിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ആ സവിശേഷതയാണുള്ളത്. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പിന്നെയോ യൂഹാ ഇലയ്യ. എന്താണ് എൻ്റെ സവിശേഷത? എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും വഹി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം അള്ളാഹു വഹീന് വേണ്ടി വഹി കിട്ടാനും നൽകാനൊക്കെ അള്ളാഹ് തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. വമിനൻ നാസ്, അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ചല്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ആ വിഷയത്തിലൊക്കെ നടക്കുക. അതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുകയും വധിക്കുകയും അവഹേളിക്കുകയും ഇകഴ്ത്തുകയും ചെയ്തിരുന്ന ഒരു സമൂഹം ആണ് ആര്? ഈ ബനി ഇസ്രായേൽ. അത് അവരുടെ ചരിത്രം പറയുന്നിടത്ത് അത് മനുഷ്യന്മാർ അമ്പിയാക്കളെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾക്ക് സാധാരണക്കാരെ കൊല്ലാൻ വല്ല മടിയുണ്ടാവും. അതപ്പം നമ്മൾ കാണുന്നത് ഇസ്രായേലിലൊക്കെ അല്ലേ, കരാറുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ലംഘിക്കും. ഖുർആനിൽ പറഞ്ഞില്ല, എത്ര സ്ഥലത്താണ് പറയുന്നത്? ലോകത്തിന് മുമ്പിൽ മുഴുവൻ കരാറുകൾ രേഖപ്പെടുത്തിയിട്ട് കരാറ് ചെയ്യുക, ലംഘിക്കുക. അത് തന്നെയാണ് അവരെ പറയുന്നത്. കൊല്ലൂല എന്ന് പറഞ്ഞ സമാധാനം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ അവിടെ ചെന്ന് ബോംബിടുക, കൊല്ലുക. ഈ ആദി പരിപാടികളാകുന്നു അവരിൽ നിന്നുണ്ടാകുന്നത്. ഇനി ഓരോ സ്വഭാവം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖാലു അരിനല്ലാഹ ജഹ്റ എന്ന് പറഞ്ഞപ്പോൾ ഫഅഖദതുഹുമു അസ്വാഇഖ ബിളുൽമിഹിം, അവരുടെ ളുൽമ കാരണം എന്ത് പിടികൂടി? ഇടുത്തി അവരെ പിടികൂടി. അതേപോലെ തന്നെ സുമ്മത്തഖദുൽ ഇജ്ല മിൻ ബഅദി ദാലിക് സുമ്മത്തഖദുൽ ഇജ്ല മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നെത്തിയതിനു ശേഷവും
പിന്നെ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, പഠിപ്പിക്കാനും അതിൽ ശീലിപ്പിക്കാനും വേണ്ടിയാണ് ആരെ അയച്ചത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് ഒരു ആരാധ്യ വസ്തുവിനെ അവരുണ്ടാക്കി. എന്തിനെ ഉണ്ടാക്കിയത്? എഴുജിനെ, പശുക്കുട്ടിയെ ഉണ്ടാക്കി. സൂറ ബക്കറയിൽ നമ്മൾ വിശദമായി ആ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. പശുക്കുട്ടിയെ ആരാധിക്കുന്നു. പശുവിന് ദിവ്യത്വം, പശുവിന് എല്ലാവിധ ദൈവികതയും ചാർത്തിക്കൊണ്ടുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോയില്ലേ, ചാണകത്തെ പൂജിക്കുന്നുണ്ട്, ചാണകം കൊണ്ട് കുളിക്കുന്നുണ്ട്, അത് കുടിക്കുന്നുണ്ട്, അത് സേവിക്കുന്നുണ്ട്. 3 ദിവസം ചാണകം സേവിച്ചാൽ പിന്നെ ഒരു രോഗം ഉണ്ടാവില്ല എന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഗോമാതാവാണ് അല്ലേ? അതേപോലെ എല്ലാവരും ഉണ്ട് ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ അതങ്ങനെയുള്ളൊരു വിശ്വാസം. ഇത് ആരാണ് നോക്കണം? അറിവിന്റെ വല്ല കുറവുണ്ടോ? ഭൗതിക വിജ്ഞാനത്തിന്റെ വല്ല കുറവുണ്ടോ? അതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്, വലിയ യോഗികളാണ് അവരൊക്കെ. അവരൊക്കെയാണ് ഈ അന്ധമായ വിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നത്. ഒരു ജീവിയാണത് കേട്ടോ. അത് ഖൽഖാണ്. അള്ളാഹു ആരാണ്? ഖാലിഖാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏകദൈവാരാധനയുടെയും ഏകദൈവ വിശ്വാസത്തിൻ്റെയും മഹത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. സൃഷ്ടികൾക്ക് അവരുടേതായ പരിമിതികളും കഴിവുണ്ടെങ്കിൽ തന്നെ കഴിവുകേടുകളും ഉണ്ടാകും. അങ്ങനെയുള്ളവനല്ല ആര്? സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല. സൂറ ഹജ്ജിലെ അവസാനത്തെ ഭാഗത്ത്, സൂറ ഹജ്ജ് അവസാനിക്കുന്ന അവസാനത്തെ പേജ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നോ? എല്ലാ മനുഷ്യന്മാരെയും സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, ളുരിബ മസൽ, ഒരു ഉദാഹരണം ഇതാ വ്യക്തമാക്കുന്നു, ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറ ഹജ്ജിന്റെ അവസാനത്തെ പേജ്, ആ പേജോടുകൂടി ഹജ്ജ് അവസാനിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം, മുകൾ ഭാഗം എടുത്ത് നോക്കിയാൽ മതി. ഫസ്തമിഊ ലഹു, അള്ളാഹു ഒരു ഉപമ സഹിതം നമുക്ക് വിശദീകരിച്ചു തരുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, നിശ്ചയമായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ്. ഈച്ച ചെറിയ നിസ്സാരമായ ഒരു ജീവി എന്ന നിലക്കാണ്. ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു അല്ലാത്ത എത്ര ശക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധ്യന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ, നിങ്ങൾ ആരൊക്കെയാണ് വിളിച്ചു തേടുന്നത്? മരിച്ചവരെ വിളിച്ചു തേടുന്നല്ലേ? അമ്പിയാക്കളുണ്ട്, അതിലുണ്ട് ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, അതേപോലെ ഏതേതൊക്കെ ആളുകളുണ്ട്. അവരൊന്നും ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു. ഇനി നോക്കൂ, വഇയസ്ലുബുഹുമുദ് ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ, അവരുണ്ടാക്കിയ അവരുടെ വസ്തുക്കളിൽ നിന്ന് ഈച്ച, ഈ പറഞ്ഞ ഈച്ച എന്തെങ്കിലും ഒന്ന് എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ പോലും ആർക്ക് കഴിയുന്നില്ല? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് കഴിയുന്നില്ല. അപ്പൊ ദൈവങ്ങളുടെ മുമ്പിൽ പല നൈവേദ്യങ്ങളും സമർപ്പിക്കുന്നില്ലേ? അതിൽ മധുരം ഉണ്ടാവും അല്ലേ? മധുരം കൊടുത്ത ആര് വരും? ഈച്ച വരും. ദൈവത്തിന് കൊടുത്ത ഭക്ഷണം ആര് തിന്നു പോകും? ഈച്ച തിന്നു. അതെനിക്കുള്ളതാണ്, തിന്നല്ലേ എന്ന് പറയാനോ അത് തടയാനോ ആർക്ക് കഴിയുന്നില്ല. എത്ര നിസ്സഹായരാണ്! കാണാനും കേൾക്കാനും നൽകാനും തടയാനും കഴിയാത്ത ഈ സൃഷ്ടികളെയാണോ നിങ്ങൾ വിളിച്ചു തേടുന്നത് എന്നാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും അവർക്ക് തടയാൻ കഴിയുന്നില്ല എന്ന്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു വഇയസ്ലുബുഹുമുദ് ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോ ലഅഫത്വാലിബു വൽ മത്ലൂബ്, ആരോടാണോ നിങ്ങൾ സഹായം തേടുന്നത് അവർ എത്ര ദുർബലർ,
തേടുന്ന നിങ്ങളും ദുർബലർ. ബലവാൻ ആരാണ്? ഇന്നല്ലാഹ ഹുവൽ അൽ ഖവിയുൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. നിങ്ങൾക്ക് റിസ്ക് തരുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഖവിയ ആരാണ്? അല്ലാഹുവാണ്. മതീൻ ബലവാൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതാണ് ശരിക്കും ഇഖ്ലാസ്. ആ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിനൊക്കെയുള്ള പരിഹാരം. ഇങ്ങനെ ഇവർ ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി. സുമ്മത്തഖദുൽ ഇജ്ല മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നതിന് ശേഷമാണിത്. ഇതൊക്കെ ചെയ്തിട്ടും പഠിച്ചോൻ എന്ത് ചെയ്തു? നോക്കൂ നിങ്ങൾ. ഫഅഫൗനാ അൻ ദാലിക്. പഠിച്ചോൻ പുറത്തു കൊടുത്തു. അഫ എന്ന് പറഞ്ഞാൽ എന്താ? അഫ യഅഫു. പഠിച്ചോ? മാപ്പാക്കി. പഠിച്ചോൻ അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്തു? മാപ്പ് കൊടുത്തു. വആതൈനാ മൂസാ സുൽത്താനം മുബീന. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് നാം വ്യക്തമായ സുൽത്താൻ നൽകി. ഇവിടെ സുൽത്താൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? അസ്സൽത്തത്തു. അസ്സുൽത്താൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, അൽ ഹുജ്ജത്തുൽ വാദിഹ. അധികാരം എന്നല്ല, ഇവിടെ എന്താണ്? വ്യക്തമായ ന്യായപ്രമാണം. അത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകി എന്നതാണ്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബിന്റെ പ്രവാചകനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ദൃഷ്ടാന്തങ്ങൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രവാചകത്വം നൽകുമ്പോൾ തന്നെ അതെന്താണ്? ആദ്യമായി തന്നെ അള്ളാഹുമായി നേരിൽ സംസാരിച്ചപ്പോൾ നൽകിയത് എന്താണ്? വടിയാണ്, അല്ലേ? അത് ഏത് വടിയാണ്? മൂസാ നബിന്റെ പ്രത്യേക ഒരു വടി ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്താണോ? ഇത് ഇതേമാതിരി അല്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പണിയെടുത്തിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു പണി? ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗോഡ് ഫാമിൽ ആടുകളെ മുക്കുന്ന പണിയായിരുന്നു. 8 വർഷം ആണ് കണ്ടീഷൻ. എന്തിന്? മൂസാ നബി ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ 2 പെൺമക്കളിൽ ഒരുത്തിയെ കല്യാണം കഴിച്ചു തരാം, 8 കൊല്ലം ഇവിടെ നീ കൂലിവേലെടുത്ത് നിൽക്കണം, 10 ആയാൽ നന്നായി എന്ന് പറഞ്ഞു. മൂസാ നബി എന്ത് തന്നെ പൂർത്തീകരിച്ചു? ആ 10ഉം പൂർത്തീകരിച്ച് അവിടുന്ന് പോരുന്നത്. ആ പോരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അദ്ദേഹം അതുവരെ ഉപയോഗിച്ചൊരു വടിയുണ്ട്. ആ വടി എന്തിനുള്ള വടിയായിരുന്നു? അതവക്കഉ അലൈഹ. ഞാൻ അതുകൊണ്ട് കുത്തിപ്പിടിച്ച് നടക്കും. വഅഹുശ്ശു ബിഹാ അലാ ഗനമി. എൻ്റെ ആടുകൾക്ക് പച്ചിലകൾ വീഴ്ത്തിക്കൊടുക്കും. വലിയ ഫിഹ മആരിബു ഉഖറ. എനിക്ക് വേറെയും കുറേ ആവശ്യങ്ങൾ വടി കൊണ്ടുണ്ടാകുമല്ലോ റബ്ബേ. ആ വടിയായിട്ടാ പോരുന്നത്. ആ വടിയാണ്. ആ വടി ഏതാണെന്ന് പഠിച്ചോൻ അറിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ വടി ഒരു ആയത്തായിട്ട്, ആയത്തുൻ ബയ്യിനയായിട്ട് ആർക്ക് കൊടുക്കുകയാണ്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. പുതിയ വടി ഇറക്കി കൊടുക്കല്ലേ ചെയ്തത്. എന്നിട്ട് അള്ളാഹു ആ വടിയെക്കുറിച്ചുള്ള ഒരു ഉണർത്തൽ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസേ, നിന്റെ വലത്തേ കയ്യിൽ എന്താണ്? പഠിച്ചോൻ അറിയിട്ടാണോ ചോദ്യം? മൂസാ നബിന്റെ വലത്തേ കയ്യിൽ എന്താന്ന് പഠിച്ചോൻ അറിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ചോദിക്കാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണത്? അപ്പൊ പറയാ, ഇതിന്റെ വടിയാണ് റബ്ബേ, ഇത്രയും കൊല്ലായി ഞാൻ കൊണ്ടുവരുന്ന വടിയാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായ്. അതെന്റെ വടിയാണ്. എന്നിട്ടാ പറയുന്നത് തവക്കഉ അലൈഹ വഅശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫിഹ മആരിബു ഉഖറ. ഇത് പഠിച്ചോ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ എന്തിനാണെന്നോ? ഈ വടി ഏത് വടി തന്നെയാണ്? പണ്ടത്തെ ആ പച്ചിലകൾ വീഴ്ത്തി കൊടുത്ത വടി തന്നെയാണ്, പുതിയ വടി ഇറക്കിയതല്ല. അപ്പോഴാ അല്ലാഹ് പറയുന്നത് അൽഖിഹ യാ മൂസ. മൂസേ, നീ അത് ഇടൂ, ആ വടി ഇടൂ. ഫൽഖഹ, വടി ഇട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തുസ്ആ. അപ്പോഴതാ അത് ഇഴഞ്ഞു വരുന്ന വലിയൊരു സർപ്പമായി തീരുന്നു. പേടിണ്ടാകുമോ? ആര് പേടിച്ചു? ആര് പേടിച്ചു? മൂസാ നബി പേടിച്ചു. കയ്യിലുള്ള വടി അല്ലാഹ് ഇടാൻ പറഞ്ഞു. അപ്പൊ അത് ഇട്ടു. അത് സർപ്പമായി ഇഴഞ്ഞു നീങ്ങി. അല്ലാഹ് പറയാണ്, ഖാല ഖുദ്ഹ, പിടിക്കതിനെ. ഏതിനെ പിടിക്ക്? നമ്മൾ പിടിക്കുവോ? പാമ്പിനെ പിടിക്കാൻ ധൈര്യമില്ല ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഖുദ്ഹ. എന്നിട്ട് പഠിച്ചോൻ പറയാ, പേടിയുണ്ട് എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. വലാ തഖഫ്, പേടിക്കണ്ട, പിടിച്ചോ എന്നാ പറഞ്ഞത്.
അള്ളാന്റെ കൽപ്പനയാണെങ്കിലും ഖുദ്ഹാ വലാ തഖഫ്, പിടിച്ചോ പേടിക്കണ്ട. ഖുദ്ഹാ വലാ തഖഫ്. എന്നിട്ട് അള്ളാഹ് പറയാണ് സനുഈദുഹാ സീറത്തഹൽ ഊല, അതിന്റെ ആദ്യ രൂപത്തിലേക്ക് ഞാൻ അതിനെ മടക്കും. പിടിച്ചു വടിയായി, ഇട്ടാൽ പാമ്പാണ്. ആയത്ത് 1 അവിടുന്ന് തുടങ്ങുന്നത്. വൽമും യദക ഇലാ ജനാഹിക്, നിന്റെ കൈ നീ കക്ഷത്തിലേക്ക് ചേർത്ത് വെക്കണം. വൽമും യദക ഇലാ ജനാഹിക തഖ്റുജ്, പുറത്തെടുക്കൂ, ബൈളാ, അത് മിന്നിത്തിളങ്ങും. കക്ഷത്തിൽ കൈ വെച്ച് പുറത്തെടുത്താൽ തിളങ്ങും. ബൈളാ ആയത്തൻ ഉഖ്റ, രണ്ടാമത്തൊരു ആയത്ത്. ഇങ്ങനെ എത്ര ആയത്ത്? അതാണ് ഈ ആയാത്തും ബയ്യിനാത്ത് എത്ര ഉണ്ട് എന്ന് ഖുർആൻ സൂറ ഇസ്രായേലിലെ 151 ആയത്തിൽ പറയുന്നുണ്ട്. 151. വലഖദ് ആതൈനാ മൂസ തിസ്അ ആയാതിൻ ബയ്യിനാത്ത്. എത്ര ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്? എത്രയാണ്? 9 വ്യക്തമായ ഇതേപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ 9 ആയത്തുകൾ ഏതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. സൂറ അറാഫിലെ 153 ആയത്തുകളിൽ ഇത് ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ ഏതൊക്കെ ഉണ്ടെന്നോ? അവർക്ക് പ്രളയമുണ്ടായത് പറയുന്നുണ്ട്, വെട്ടുകിളിയുണ്ട്, പേനുണ്ട്, തവളയുണ്ട്, രക്തമുണ്ട്. പേന് അല്ലാതെ തന്നെ കുറച്ചധികം പേനുണ്ടെങ്കിലും ഇത് കാണുന്നിടത്തൊക്കെ പേന്, ഭക്ഷണത്തിൽ പേന്, എല്ലായിടത്തും എന്ത് പേന്. നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ആകെ പേനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ എല്ലായിടത്തും തവള, എല്ലായിടത്തും തവള. അതേപോലെ തന്നെ എല്ലായിടങ്ങളിലും രക്തം. നമ്മൾ ഭക്ഷണത്തിൽ രക്തം, ഇരിക്കുന്നിടത്ത് രക്തം, ഡ്രസ്സിൽ രക്തം, എല്ലാം. ഇങ്ങനെ 9 ആയത്തുകളെ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. സൂറ അറാഫിലെ 133 ആയത്ത് ഒന്ന് പരിശോധിച്ചാൽ മതി. അതാണ് അപ്പോൾ വ്യക്തമായ ആയത്തുകൾ. വആതൈന മൂസ, ഇവിടെ നേരത്തെ പറഞ്ഞത് മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിനാത്ത്, ഇതൊക്കെ അവർക്ക് നൽകിയിട്ടും വിശ്വാസം പൂർണ്ണമാകുന്നില്ല അവരെ. വആതൈന മൂസ സുൽത്താനം മുബീന, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം വ്യക്തമായ ന്യായപ്രമാണം നൽകുകയും ചെയ്തു. അതിനും പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വറഫഅനാ ഫൗഖഹുമുത് തൂറ ബിമീസാഖിഹിം, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു? വറഫഅനാ ഫൗഖഹുമുത് തൂർ, അവർക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട. തൂർ എന്ന് പറഞ്ഞാൽ ജബലുൽ മഅറൂഫ്, അവർക്ക് അറിയാവുന്ന ഒരു പേരാണ് തൂർ എന്ന് പറഞ്ഞ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറയുടെ പേരെന്താണ്? അത്തൂർ, അല്ലേ? വത്തൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. തൂർ എന്ന ആ പർവ്വതം തന്നെയാണ് സത്യം. താഴ്വരയെ കുറിച്ച് പറഞ്ഞു തൂരി സീനീൻ വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ. അതെ, അതിനെ ബിമീസാഖിഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരോട് കരാർ വാങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബി സബബി മീസാഖിഹിം യഖുദു മാ ഉൻസില ഇലൈഹിം ബിഖുവ എന്നാണ്. അവർക്ക് അവരോട് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിക്കൊണ്ട് അവരെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നതാണ്. വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദാ, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അതിൻ്റെ കവാടങ്ങളിലൂടെ ആ പട്ടണത്തിലേക്ക് നിങ്ങൾ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഫലസ്തീനിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദാ. അവിടെ സുജ്ജദ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ തല കുനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിനയാന്വിതരായി താഴ്മ കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞു. വഖുൽനാ ലഹും ലാ തഅദു ഫിസ്സബ്ത്, ശനിയാഴ്ച ദിവസം നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കരുത്. ലാ തഅദു ഫിസ്സബ്ത്, ആ ശനിയാഴ്ചയിലുള്ള വിലക്ക്, അതും അവർ എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ
പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയില്ലേ? അതാണ് അവർ സബത്ത് ആചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിലക്കുകളെയൊക്കെ അവർ എന്ത് ചെയ്തു? ധിക്കരിച്ചു. അപ്പോൾ ഈ സബത്ത് നാളിൽ ഒരിക്കലും നിങ്ങൾ ലാ തഅദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമേ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? അതിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവർ അവഗണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നാം അവരോട് കൽപ്പനയി ഉറപ്പായി ഒരു കരാർ നാം അവരോട് വാങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? ഈ കരാറുകളെയെല്ലാം അവർ ലംഘിക്കുകയാണ് ഉണ്ടായത്. അതാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ബൈബിളിൽ അത് ആയത്തുകളാണ്. ഇത് 10 കമൻമെന്റ്സ് എന്നാണ് കേട്ടോ. അവർക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട 10 ഉപദേശങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ മൂസ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നൽകിയ കാര്യങ്ങൾ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅദ. സൂറ ഏതാ? സൂറ നജ്ം. സൂറ നജ്മിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും പറയുന്നത് 10 പറയുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത 10 പ്രധാന നിർദ്ദേശങ്ങൾ പറയണം. ഇത് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്, അതായത് മുഅ്ജിസത്തുകൾ തന്നെയാണ്. ഇത് വേറെ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ മുഅ്ജിസത്തുകൾക്ക് വേറെ പിന്നെ അവർക്കതിന് മറുമരുന്നൊന്നും ഇല്ലതാനും. തവള, പേന്, ചെള്ള്, അതേപോലെ തന്നെ ഈ ബ്ലഡ്, ഈ സംഗതികളൊക്കെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത്തരം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ആയത്ത് മുഴുവനായിട്ടില്ലല്ലോ. വഖുൽനാ ലഹും ലാ തഅദു ഫിസ്സബ്തി വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീല. അപ്പോൾ ഈ കരാറുകളെയൊക്കെ അവർ ലംഘിച്ചു. ഫബിമാ നഖ്ലിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ലാഹ്. അവരുടെ ഈ കരാർ ലംഘനം, നഖ്ലുൽ മീസാഖ്, അതാണെന്ത്? കരാർ ലംഘനം. നഖല എന്ന് പറഞ്ഞതാ ലംഘിച്ചു. ഫബിമാ നഖ്ലിഹിം മീസാഖഹും, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറുകളൊക്കെ അവർ ലംഘിക്കുക മുഖേന, വകുഫ്രിഹിം ബിആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞതിനാലും, വകുഫ്രിഹിം ബിആയാത്തില്ലാഹ് വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, അനർഹമായി, ഹഖ് അർഹമായി, ഗൈർ ഹഖോ അനർഹമായി. വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്, അനർഹമായി അംബിയാക്കളെ അവർ വധിക്കുക മുഖേനയും. വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ ഒരു മൂടിയിടപ്പെട്ടിരിക്കുന്നു എന്ന അവരുടെ പ്രസ്താവന നിമിത്തവുമൊക്കെ എന്ത് ചെയ്തു? ബൽ തബഅല്ലാഹു അലൈഹാ ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല. തബഅല്ലാഹ്, അല്ലാഹു മുദ്ര വെച്ചു. തബഅ എന്ന് പറഞ്ഞാൽ എന്താ? ഖതമല്ലാഹു എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് തബഅല്ലാഹ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. അത് പറയും ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം, അവരുടെ ദൃഷ്ടികളിലും അവരുടെ ശ്രവണപുടങ്ങളിലും അല്ലാഹു മുദ്ര വെച്ചു. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ, ഹൃദയത്തിലുമാണ് കാതിലുമാണ് മുദ്ര വെച്ചത്. അവരുടെ കൽബിൽ എന്തുണ്ട്? മൂടിയുണ്ട്. വഅലാ ഖുലൂബിഹിം ഗിശാവ, അതാണ് ഗുൽഫ് എന്ന് പറഞ്ഞത്. ഗുൽഫ് എന്താണ്? ഗിശാവ. അവിടെ ഗിശാവ എന്ന സൂറ ബഖറയുടെ ആദ്യത്തിൽ പറഞ്ഞത്, ഇവിടെ പറഞ്ഞതാണ് വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ് എന്ന് പറഞ്ഞല്ലോ.
തബഅല്ലാഹു അലൈഹ, ആ ഹൃദയങ്ങളിൽ അല്ലാഹു മുദ്ര വെച്ചു, ബി കുഫ്രിഹിം, അവിടെ സത്യനിഷേധം കാരണം. ഫലാ യുമിനൂന ഇല്ലാ ഖലീല, അവരിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലാതെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പാഠങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ വേദക്കാരുടെ, ജൂതന്മാരുടെ, ഇവരുടെയൊക്കെ ഈ ചരിത്രം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത ഒരു സമൂഹം, പ്രവാചകന്റെ സാന്നിധ്യത്തിൽ, പ്രവാചകൻ അവരെങ്ങനെ കൊണ്ട് നടക്കുകയാണ് അല്ലേ? മൂസാ നബി അലൈഹി സ്വലാം അവരെ ശരിക്ക് കൊണ്ട് നടക്കുകയാണ്. ഇതേപോലെ ഒരു കുട്ടിൻ്റെ കയ്യും പിടിച്ച് ബാപ്പ അങ്ങാടി കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചോളി. അപ്പോൾ കുട്ടികളെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഓരോ ആവശ്യങ്ങളും വാപ്പാനോട് പറയുന്നത്, വാങ്ങിത്തരും വാപ്പ, അവിടെ എന്തെങ്കിലും ഒരു തിളക്കം കാണുമ്പോൾ അതെനിക്ക് വേണം, ഇപ്പുറത്തെ ഏതെങ്കിലും സാധനം, ഇതെനിക്ക് വേണം, അതെനിക്ക് വേണം. അതേപോലെ മൂസാ നബി അവരെങ്ങനെ കൊണ്ട് നടന്നപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്തു. അവർക്ക് മന്നും സെൽവി ഇറക്കി കൊടുത്തു. ആദ്യമായി ആ താഴ്വരയിൽ അവർ പ്രവേശിച്ചപ്പോൾ, മന്നൻ സെൽവ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ്. സെൽവ എന്ന് പറഞ്ഞാൽ ശരിക്കും പക്ഷിമാംസാണ്. മഞ്ഞ് എന്ന് പറഞ്ഞാലോ അത് വെള്ളത്തിലേക്ക് ഇട്ട് കലക്കിയാൽ ലിക്വിഡായി സർവത്തായി കുടിക്കും ചെയ്യാം. അങ്ങനെ തന്നെ തിന്നാം, ഹൽവ തിന്നണ മാതിരി തിന്നാം. അത് തിന്നാലും കുടിച്ചാലും വിശക്കൂല. ഇനി മാംസം വേണോ, അതിന് സെൽവിയുണ്ട്. മണ്ണും സെൽവിയും, ഫാസ്റ്റ് ഫുഡ്, ഒരു പണിയെടുക്കണ്ട, ഇറക്കി കൊടുക്കണം പഠിച്ചാൽ. എന്നിട്ടോ ഇതിനെക്കാട്ടിൽ വലിയ അനുഗ്രഹം ഉണ്ടോ? നമുക്കിപ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മളെ വിചാരം എന്തായിരിക്കും? അത് മതി റബ്ബേ, ഒടുക്കും പോണ്ട. മണ്ണും സെൽവിയും നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങുക, നേരെ വെളുക്കുമ്പോൾ അങ്ങനെ എടുത്താൽ മതി. മുറ്റത്ത് ഇങ്ങനെ വരിക, നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. പക്ഷേ അവരെന്ത് ചെയ്തു? ഇത് തിന്ന് മടുത്ത് എന്ത് വേണം? ഉദൂ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർദ്. ബക്കറയെ പഠിച്ചില്ലേ? മിൻ ബഖ്ലിഹാ വ കിസ്സാഇഹാ വ ഫൂമിഹാ വ അദസിഹാ വ ബസലിഹാ. വരട്ടെ വെജിറ്റബിൾസ് കേട്ടോ, പച്ചക്കറി മുഴുവൻ അവിടെ എണ്ണിപ്പെടും. ആക്കണ് വരട്ടെ, ഫാസ്റ്റ് ഫുഡ് അവിടെ വെക്കട്ടെ, അത് തരണം. അത് ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തരണം. അവർക്ക് പണിയെടുക്കാൻ കഴിയും. ഇത്ര അലസന്മാരായൊരു ടീം വേറെ ഇല്ല. ഖുർആൻ പറഞ്ഞു, യുദ്ധത്തിന് പോകല്ലേ, നിങ്ങളല്ല പറഞ്ഞു യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. യുദ്ധത്തിന്റെ കൽപ്പന എന്താ വന്നപ്പോ എന്താ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദുൻ. യുദ്ധം ചെയ്യേ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും ആകൂല. ഇങ്ങനെയുള്ളൊരു ടീം നോക്കൂ നിങ്ങൾ. എന്തിനാ അത് പഠിപ്പിച്ചു തരുന്നത്? അവർക്ക് ഉണ്ടായ സംഗതികളൊക്കെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു അടിമയുടെ പ്രാഥമികമായ കടമയാണ്. നമ്മൾ അടിമകളാണ്. നമ്മൾ ആരുടെ? നമ്മുടെ ഉടമയാരാണ്? അള്ളാഹു ആണെന്ന ബോധം, അതിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത. അത് നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈസാ നബി അലൈഹി സ്വലാമയുടെയും അതേപോലെ തന്നെ കുരിശിലേറ്റുന്ന സംഗതികളും അവരുമായുള്ള ബന്ധപ്പെട്ട വിശ്വാസമൊക്കെയാണ് പറയുന്നത്. വേദക്കാരെന്നല്ല ചോദിച്ചത്. വേദക്കാരിൽ ജൂതന്മാർ കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? ക്രിസ്ത്യാനികൾ. ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മായിദയിൽ കുറച്ചും കൂടി വിശദമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പറ്റിപ്പോകുന്ന തെറ്റുകൾ ധാരാളം വന്നു പോയിട്ടുണ്ട്. രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ റബ്ബേ, നിന്റെ കാരുണ്യത്താൽ അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സൗഖ്യവും നീ ചൊരിഞ്ഞു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും ഞങ്ങളെ നീ തുണയ്ക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.